നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ക്രേസി ഫ്രോഗ് എന്ന ആൽബത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്. ക്രേസി ഫ്രോഗ് യഥാർത്ഥത്തിൽ 2003 പുറത്തിറങ്ങിയ ഒരു ആൽബം സോങ് ആണ്. റിലീസായ വർഷം തന്നെ ആ കാലത്ത് സോഷ്യൽ മീഡിയാസ് ആക്റ്റീവ് അല്ലെങ്കിലും ഇന്ത്യയിലടക്കം ഈ മ്യൂസിക് വേൾഡ് വൈഡായ ട്രെൻഡായി മാറി. ഈ ഒരു മ്യൂസിക്കിന്റെ ട്രെൻഡിങ് 2009 വരെ നീണ്ടു നിന്നു. ഈ ഒരു സീൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടാവും. ഒരു റോബോട്ട് തവളയെ ചേസ് ചെയ്യുന്നതും തവള ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 95 കാലഘട്ടത്തിലായിരുന്നു വേൾഡ് വൈഡായി കൂടുതലും സെൽഫോൺസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിൽ ഫോണുകളിൽ റിംഗ് ട്യൂണുകൾ സെറ്റ് ചെയ്യുന്നത് വലിയൊരു സംഭവമായിരുന്നു. ഒരുപാട് കമ്പനികൾ റിംഗ് ട്യൂൺ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായി ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു റിംഗ് ട്യൂൺ വൈറലായാൽ അതുവഴി ആ കമ്പനിക്ക് കോടികൾ ഉണ്ടാക്കാം. ഈ ഒരു ടൈമിലാണ് ഡാനിയൽ മാൽമഡ എന്ന വ്യക്തി ഒരു 2 സ്ട്രോക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദമുണ്ടാക്കി. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെല്ലാം ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരെല്ലാം ഇത് റെക്കോർഡ് ചെയ്ത് ഒരു ഓഡിയോ ഫയലായി മറ്റു ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുത്തു. ഇതിലൊരു ഫ്രണ്ട് ഈ ഒരു ഓഡിയോ ഫയൽ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു. നമ്മൾ ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ പല വെബ്സൈറ്റുകളിലാണ് ആളുകൾ ഇങ്ങനെ കൂടുതലായി അപ്ലോഡ് ചെയ്തിരുന്നത്. അങ്ങനെ സ്വീഡൻ ടെലിവിഷൻ ചാനലിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ ഒരു മ്യൂസിക് കാണാനിടയായി. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അപ്പോൾ തന്നെ ഇതുണ്ടാക്കിയ ഡാനിയൽ മാൽമഡയെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു തന്റെ ടെലിവിഷൻ ചാനലിൽ വന്ന് ഈ ഒരു സൗണ്ട് ഒന്ന് മിമിക്രി ചെയ്ത് കാണിക്കണമെന്ന്. ഡാനിയൽ മാൽമഡ ഓക്കെ പറയുകയും ടെലിവിഷൻ പ്രോഗ്രാമിൽ വന്ന് ആ ഒരു സൗണ്ട് വീണ്ടും മിമിക്രി ചെയ്ത് കാണിച്ചു. ഇത് ഒരുപാട് പേർ റെക്കോർഡ് ചെയ്ത് പല പല സൈറ്റുകളിലായി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എറിക് വെൻ ഗുസ്റ്റ് എന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു അനിമേറ്റർ ആണ്. ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു അനിമേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായാൽ മതി എന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇദ്ദേഹം ടിവിയിലൂടെ ആ ഒരു മിമിക്രി പ്രോഗ്രാം കണ്ടിരുന്നു. ഇദ്ദേഹം ഡാനിയൽ മാൽമഡയെ വിളിച്ചു. ഈ ഒരു മിമിക്രിക്ക് ഞാനൊരു ക്യാരക്ടറെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുവഴി 2 പേർക്കും വൈറലാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം 43 സെക്കൻഡുള്ള ഒരു അനിമേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഒരു ശബ്ദം ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം അനോയിങ് തിങ് എന്ന പേരിൽ ഇത് പല പല സൈറ്റുകളിലായി അപ്ലോഡ് ചെയ്തു. ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായി. ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു. ഈ സമയം വലിയ വലിയ കമ്പനികൾ പുതിയ പുതിയ റിംഗ് ട്യൂൺസ് കണ്ടുപിടിക്കാനായി മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇംഗ്ലണ്ടിലെ വലിയൊരു റിംഗ് ട്യൂൺ കമ്പനിയായ ജാംസ്റ്റർ എന്ന കമ്പനി ഈ ഒരു വീഡിയോ കാണാനിടയായത്. അവർക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു കമ്പനി എറിക് വെൻ ഗുസ്റ്റിനെയും ഡാനിയൽ മാൽമഡയെയും നേരിട്ട് കണ്ട് ഈ ഒരു വീഡിയോന്റെ റൈറ്റ്സ് വാങ്ങി. ഇതെല്ലാം വാങ്ങിക്കൊണ്ടുപോയി റിംഗ് ട്യൂൺ കമ്പനികൾ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നു എന്നാൽ ഓരോ റിംഗ് ട്യൂണുകൾ സെറ്റ് ചെയ്യണമെങ്കിലും ഓരോ ആളുകളും റിംഗ് ട്യൂൺ കമ്പനികൾക്ക് ക്യാഷ് കൊടുക്കണം. ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പുതിയ പുതിയ റിംഗ് ട്യൂണുകൾ സെറ്റ് ചെയ്യുന്നത് വലിയൊരു സംഭവമാണ്. ഈ ഒരു കമ്പനി അങ്ങനെ ക്രേസി ഫ്രോഗിന്റെ ഫോട്ടോ വെച്ചൊരു പരസ്യം കൊടുത്തു. ഈ ഒരു റിംഗ് ട്യൂൺ സെറ്റ് ചെയ്യുവാൻ വെറും 3 യൂറോ തന്നാൽ മതിയെന്ന്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു റിംഗ് ട്യൂൺ 3 യൂറോ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള വുൾഫ് ഗ്യാങ് ബോസും റെയിൻഹാർഡ് റൈത്തും ഈ ഒരു റിംഗ് ട്യൂൺ കാണാനിടയായത്. എന്തുകൊണ്ട് ഇത് മ്യൂസിക് ആക്കി കൂടാ എന്ന് അവർ ചിന്തിച്ചു. ഇവർ ജാംസ്റ്റർ കമ്പനിയെ കണ്ട് അവരിൽ നിന്നും ഒരു എഗ്രിമെന്റ് വാങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ ബേവറി ഹിൽസ് എന്ന സിനിമയിലെ തീം മ്യൂസിക് വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു. അങ്ങനെ ട്രെൻഡിങ് ആയ മ്യൂസിക്കിനെയും ട്രെൻഡിങ് ആയ റിംഗ് ട്യൂണിനെയും കൂടി കമ്പയർ ചെയ്ത് ക്രേസി ഫ്രോഗ് എന്ന മ്യൂസിക് ഉണ്ടാക്കി. ഈ ഒരു മ്യൂസിക് ഫുള്ളായും ഒരു അനിമേഷൻ വീഡിയോ ആക്കണമെന്നവർക്കുണ്ടായിരുന്നു. പല കമ്പനികളെ സമീപിച്ചെങ്കിലും ഇത്രയും നീണ്ട അനിമേഷൻ ഉണ്ടാക്കുവാൻ പല കമ്പനികൾക്കും ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു വിവരം അറിഞ്ഞ നമ്മുടെ അനിമേറ്റർ ആയിട്ടുള്ള എറിക് താൻ ജോലി ചെയ്യുന്ന അനിമേഷൻ കമ്പനിയായ ക്രാക്ടസ് കമ്പനിയോട് ഈ ഒരു കാര്യം പറഞ്ഞു. ക്രാക്ടസ് കമ്പനിയിലെ ബോസ് അപ്പോൾ പറഞ്ഞു, നമ്മുടെ എംപ്ലോയി ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണിത്, എന്തുകൊണ്ട് ഈ വർക്ക് നമുക്ക് ഏറ്റെടുത്തുകൂടാ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവർ തന്നെ ഇതിന് ഫുള്ളായി അനിമേഷൻ വീഡിയോ ഉണ്ടാക്കി. അങ്ങനെ 2005 ക്രേസി ഫ്രോഗ് ആൽബം റിലീസായി. റിലീസായ വർഷം തന്നെ ഇത് വലിയ രീതിയിൽ വൈറലാവുകയും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് കോൾഡ് മ്യൂസിക്കുകളെ കടത്തിവിട്ടി നമ്പർ 1 ട്രെൻഡിങ് ആയി മാറുകയും ചെയ്തു. ക്രേസി ഫ്രോഗ് ആക്സിലപ്പ് എന്നായിരുന്നു ഈ ഒരു ആൽബത്തിന്റെ മുഴുവൻ പേര്. 30ഓളം രാജ്യങ്ങളിൽ ഈ ഒരു മ്യൂസിക് വലിയ രീതിയിൽ ട്രെൻഡായി മാറി. ഈ ഒരു പാട്ട് യൂസ് ചെയ്തുകൊണ്ടും ഒരുപാട് പ്രൊഡക്ട്സ്, ടീഷർട്ട്, വീഡിയോ ഗെയിംസ് വരെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു കമ്പനി കോടികൾ ഉണ്ടാക്കി. പതുക്കെ പതുക്കെ ജാംസ്റ്റർ കമ്പനി കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സ്കാം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ജാംസ്റ്റർ കമ്പനി ആദ്യം ക്രേസി ഫ്രോഗിന്റെ മ്യൂസിക്കും റിംഗ് ട്യൂണായി പുറത്തിറക്കി. ശേഷം വലിയ രീതിയിൽ പരസ്യം ചെയ്തു.
പത്രത്തിലും ടിവിയിലും എവിടെ നോക്കിയാലും ക്രേസി ഫ്രോഗിന്റെ പരസ്യം. വെറും €3 മതി ക്രേസി ഫ്രോഗിന്റെ മ്യൂസിക് ലൈഫ് ടൈം സെറ്റ് ചെയ്യാം എന്നായിരുന്നു എല്ലാ പരസ്യത്തിന്റെയും ഹെഡിങ്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഈ ഒരു പരസ്യം തുടർച്ചയായി ടിവിയിൽ വരുമായിരുന്നു. ഈ ഒരു പരസ്യം കണ്ട് പല ആളുകൾക്കും ഇതൊരു ശല്യമായി മാറി ദേഷ്യം വരാൻ തുടങ്ങി. ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ ചില ആളുകൾ തീരുമാനിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ടാവുന്നത്. വെറും ഒരു റിംഗ് ട്യൂണിൽ തുടങ്ങിയ കമ്പനി എങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വലിയൊരു സെറ്റപ്പായി മാറിയത് എങ്ങനെയെന്ന്. അങ്ങനെ കമ്പനിയെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇതിനു പിന്നിലെ സ്കാം മനസ്സിലായത്. ഈ ഒരു റിംഗ് ട്യൂൺ വാങ്ങിയ ഓരോരുത്തരുടെയും സെൽഫോണിൽ ജാംസ്റ്റർ കമ്പനി അവരറിയാതെ പണം ഈടാക്കുമായിരുന്നു. ഇതെങ്ങനെയെന്നാൽ ഈ ഒരു റിംഗ് ട്യൂൺ വാങ്ങിയ എല്ലാവരിൽ നിന്നും ഹിഡൻ ചാർജസ് ഈടാക്കുവാൻ ജാംസ്റ്റർ കമ്പനിക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു എഗ്രിമെന്റിനെ പറ്റി ഇവർ ഒരു പരസ്യത്തിലും പറഞ്ഞില്ല. വെറും €3 കൊടുത്താൽ ലൈഫ് ടൈം റിംഗ് ട്യൂൺ ഫ്രീ എന്നാണ് പറഞ്ഞത്. റിംഗ് ട്യൂൺ വാങ്ങിയ എല്ലാ ഫോണുകളിലേക്കും ഓരോ ദിവസവും ഇടവിട്ട് ജാംസ്റ്റർ കമ്പനി ഒരു മെസ്സേജ് അയക്കും. നിങ്ങൾ ക്രേസി ഫ്രോഗ് റിംഗ് ട്യൂൺ വാങ്ങിയല്ലോ, ഇതുപോലെ പുതിയ റിംഗ് ട്യൂൺസ് ഉണ്ട്, ഇതും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ പുതിയ റിംഗ് ട്യൂൺസിന്റെ പേരുകൾ വെച്ച് ഓരോ ദിവസവും ഇടവിട്ട് മെസ്സേജ് അയക്കും. ആ ഒരു കാലഘട്ടത്തിൽ ചാർജ് ബാക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. ആർക്ക് മെസ്സേജ് അയച്ചാലും അവരിൽ നിന്ന് തന്നെ കമ്പനിക്ക് മെസ്സേജിനുള്ള പൈസ ഈടാക്കാം. അങ്ങനെ അയച്ചിരുന്ന ഓരോ മെസ്സേജിനും ജാംസ്റ്റർ കമ്പനി €3 വെച്ച് എല്ലാവരിൽ നിന്നും വാങ്ങുമായിരുന്നു. ഇങ്ങനെ അവർ മാസങ്ങൾ കൊണ്ട് കോടികൾ ഉണ്ടാക്കി. ഈ ഒരു മെസ്സേജ് കൊണ്ടാണ് ടെലിഫോൺ ബില്ല് കൂടുന്നതെന്ന് ആളുകൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. മാസം €10 ഉണ്ടായിരുന്ന ടെലിഫോൺ ബില്ലുകൾ 50-60ലേക്ക് ഉയർന്നപ്പോൾ ആളുകൾ സർവീസ് പ്രൊവൈഡേഴ്സിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതിനു പിന്നിൽ ജാംസ്റ്റർ കമ്പനിയാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ ഇത് കേസാവുകയും ഗവൺമെന്റ് ജാംസ്റ്റർ കമ്പനിയോട് ഹിഡൻ ഫീസിനെ പറ്റി പരസ്യങ്ങളിൽ പറയണമെന്നും €40,000 ഫൈനായി അടയ്ക്കാൻ പറയുകയും ചെയ്തു. €40,000 എന്ന് പറയുന്നത് ജാംസ്റ്റർ കമ്പനിക്ക് വളരെ ചെറിയൊരു തുകയായിരുന്നു. കാരണം ഇതിനോടകം തന്നെ ജാംസ്റ്റർ കമ്പനി 4000 കോടിക്ക് മേലെ ഉണ്ടാക്കി. അവസാനം ഫോക്സ് ന്യൂസിന്റെ ചെയർമാനായ റൂപ്പർട്ട് മൊർഡോച്ച് എന്ന വ്യക്തി കൂടുതൽ ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി ഈ ഒരു സോങ്ങിന്റെ കോപ്പിറൈറ്റ് വാങ്ങി. പക്ഷെ അപ്പോഴേക്കും റിംഗ് ട്യൂൺസിന്റെ ട്രെൻഡിങ് എല്ലാം അവസാനിച്ചു. ഈ ഒരു മ്യൂസിക് കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് ജാംസ്റ്റർ കമ്പനിയാണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യണം.